नमस्ते। आज की कक्षा में सबको स्वागत। यहाँ हामिद एक चिमटा गिरीदा। ये चिमटे की विशेषता के बारे में हामिद कहते हैं। ये चिमटा देखकर सबके मन में ये चिमटा अच्छी चीज़ है, अच्छी खिलौना है, इसके बारे में ये सब सोचते हैं। उस समय यहाँ हामिद कहते हैं ये चिमटा बहादुर है, यह अजय है, ये घातक है। हामिद के पास न्याय का बल है, नीति की शक्ति है। और यहाँ हामिद कहते हैं कोई शेर आते समय ये मियाँ बिश्ती के चक्के छूट जाए, सिपाही मिट्टी की बंदूक छोड़कर भाग जाए, वकील साहब भी बहुत दुखी हो जाएंगे और उसके चौंके में मुंह छिपाकर ज़मीन पर लेट जाए। लेकिन ये चिमटा बहादुर है, इसलिए ये चिमटा रुस्तम हिंदू, यहाँ रुस्तम हिंद कहते हैं। चिमटे को रुस्तम हिंदू कहते हैं। ये एक नायक है। यह नायक लपक कर बड़े वेग से शेर के सिर पर सवार हो जाएगा और उसकी आंखें निकल जाएगा। അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാം നേരിടാനുള്ള ഒരു കഴിവുള്ള സാധനമാണ്, എല്ലാത്തിനും തകർത്ത് കളയാനുള്ള കഴിവുള്ള ഒരു സാധനമാണ് ചിംട്ട എന്ന് പറയുന്നത് എന്ന് ഹാമിദ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, हामिद ने चिमटे को सीधा करके कहा, बिश्ती को एक ढांड बताएगा तो दौड़ा हुआ पानी लाकर उसके द्वार पर छिड़कने लगेगा. അപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ശകാരിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് വെള്ളം കൊണ്ടുവന്ന് അതതിൽ നിറച്ചോളും എന്ന് പറയാണ്, ഒഴിച്ചു കൊടുക്കും എന്ന് പറയാണ്. അങ്ങനെ മോസിൻ അവിടെ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയത്ത് മോസിനെ സഹായിക്കാനായിട്ട് മഹമ്മൂദ് അവിടെ വരുന്നുണ്ട്. കുമക് പഹുഞ്ചായി എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. നമ്മുടെ മോസിനെ അവിടെ പരാജയപ്പെട്ടപ്പോൾ മോസിനെ സഹായിക്കാനായിട്ട് അവിടെ സന്തോഷപൂർവ്വം വരുന്നുണ്ട്. നമ്മുടെ മഹമ്മൂദ് വരുന്നുണ്ട്. മഹമ്മൂദ് പറയുന്നുണ്ട്, ഏ ചിംട്ട ബച്ച പക്കടാ ജായത്തോ അദാലത്ത് മേ ബന്ധെ ഫിരേങ്കെ, കോടതിയിൽ കേസാവും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വക്കീൽ സാഹിബിക്ക് പൈരമ്മേ പടേങ്കെ, അങ്ങനെയാണെങ്കിൽ വക്കീൽ സാറിൻ്റെ കാലിൽ പോയി വീഴേണ്ടതായിട്ട് വരും. ഹാമിദ് ഇസ് പ്രബൽ തർക്ക് കാ ജവാബ് ന ദേ സഖാ. ഇവിടെ ഹാമിദ് ഇത്രയും ശക്തമായിട്ടുള്ളൊരു തർക്കം അവിടെ പറഞ്ഞപ്പോൾ ജവാബ് ന ദേ സഖാ, അതിന് മറുപടി പറയാനായിട്ട് ഹാമിദിന് സാധിച്ചില്ല. അവൻ ചോദിക്കുകയാണ്, ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു, ഹമേ പക്കടനെ കോനായേക, എന്നെ പിടിക്കാൻ ആരാ വരിക. നൂറേനെ അക്കഡ് കർ കഹാ, ഈ സിപ്പാഹി ബന്ദൂക്ക് വാല, കുറച്ചൊരു അഹങ്കാരത്തോട് കൂടിയിട്ട്, അക്കഡ് കർ കഹാ ഈ സിപ്പാഹി ബന്ദൂക്ക് വാല. മഹമ്മൂദ് വാങ്ങിച്ചിട്ടുള്ളത് എന്താണ്? സിപ്പാഹിയാണ്. അത് തോക്കൊക്കെ ആയിട്ട് കാക്കി യൂണിഫോമൊക്കെ ഇട്ടുള്ള ഒരു സിപ്പാഹിയാണ്. നീല ചുവന്ന തൊപ്പിയുണ്ട്, തോക്കുണ്ട്, ഇങ്ങനെയുള്ളൊക്കെ ഒരു സിപ്പാഹിനെയാണ്, സോൾജറിനെയാണ് നമ്മുടെ മഹമ്മൂദ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം നൂറത്തിരി അഹങ്കാരത്തോടു കൂടി അഭിമാനത്തോടെ പറയാണ്, യെസ് സിപ്പാഹി ബന്ദൂക്ക് വാല തുമേ പക്കട്നെ കെ ലിയെ ആയേക, നിന്നെ പിടിക്കാനായിട്ട് സിപ്പാഹി വരുമെന്നാണ് പറയുന്നത്. നൂറേനെ അക്കഡ് കർ കഹ, യെസ് സിപ്പാഹി ബന്ദൂക്ക് വാല. ഹാമിദിനെ മുഖ് ചിടാക്കർ കഹ, യഹ് ബേചാരെ ഹം ബഹാദുർ റുസ്തമേ ഹിന്ദ് കോ പക്കടേങ്കെ. ഇപ്പോൾ ഹാമിദ് പറയണേ മൂച്ചിടാക്കർ എന്നാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ പറയാണ്, ഈ ബേച്ചാരെ ഹം ബഹാദുർ, ഈ പാവം, ഞങ്ങൾ വീരനായിട്ടുള്ള നായകനായിട്ടുള്ള ഈ ചിംട്ടയെ പിടിക്കാൻ വരേ. അച്ഛലാവോ അബി ജര കുസ്തി ഹോ ജാകെ, ശരി കൊണ്ടുപോയോ, സിപ്പാഹിനെ കൊണ്ടുപോയോ, അബി ജര കുസ്തി ഹോ ജായ, നമുക്കൊന്ന് കുസ്തി നടത്തി നോക്കാമെന്ന് പറയുന്നത്. മല്ലയുദ്ധം നടത്താം, അല്ലെങ്കിൽ ഗുസ്തി നടത്താമെന്ന് പറയും. കുസ്തി എന്ന് പറഞ്ഞാൽ ഗുസ്തി. इसकी सूरत देखकर दूर से भागेंगे, അത് ചിംട്ടയുടെ രൂപം കാണുമ്പോൾ തന്നെ ദൂർ സേ ഭാഗേങ്കെ, അകലേക്ക് ഓടിപ്പോകുമെന്നാണ് ഹാമിദ് പറയുന്നത്. അപ്പോൾ സിപ്പാഹി
ചിംട്ടയെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. പക്കടേങ്കെ ക്യാ ബേച്ചാരെ, പിന്നെ എന്ത് പിടിക്കാനാ പാവം. മോസിൻ കോ ഏക്ക് നയി ചോട്ട് സൂച്ച് കെയി, അങ്ങനെ മോസിൻ ആ സമയത്ത് ഒരു എന്താ പറയുക ആഘാതമേൽപ്പിക്കാനായിട്ട് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ടൊരു സൂത്രം തോന്നുകയാണ്. തുമാരെ ചിംട്ടെ കാ മുഹ് റോസ് ആക്ക് മേ ജലേഗ. അപ്പോൾ മോസിൻ പറയുന്നൊരു പുതിയൊരു ഉപായമാണ്, അവനെ ആക്രമിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരം അവിടെ ദുരുപയോഗപ്പെടുത്തില്ല. അവൻ പറയാണ്, എന്താ പറയുന്നത്, തുമാരെ ചിംട്ടെ കാ മുഹ്, നിൻ്റെ ചിംട്ടയുടെ മുഖം റോസ് ആഗ് മേ ജലേഗ, എന്നും തീയിൽ കത്തും എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നും തീയിലായാലും വെള്ളത്തിലായാലും ഒന്നും സംഭവിക്കാത്തതാണ് ചിംട്ടാന്ന് നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോസിൻ പറയാണ് എന്നും എന്താണ് തീ കത്തുക, അല്ലെങ്കിൽ തീയിൽ എന്താ പറയുക തീ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കാട്ടിക്കഴിഞ്ഞാൽ തുമാര ചിംട്ടേക്കാ മുഖ്, നിൻ്റെ ചിംട്ടയുടെ വായ അല്ലെങ്കിൽ അതിൻ്റെ മുഖം റോസ് ആഗ് മേ ജൽ ജായക, എന്നും തീയിൽ കിടക്കേണ്ടതായിട്ട് വരും. उसने समझा था कि हामिद लाजवाब हो जाएगा, लेकिन ये बात ना हुई. उसने समझा था, അപ്പം അവൻ അറിയായിരുന്നു, ഹാമിദ് ലാജ്വാബ് ഹോ ജായക, ഹാമിദിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന് അവന് മനസ്സിലായിരുന്നു. ലാജ്വാബ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആവുക, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന്. ലേക്കിൻ യേ ബാത് നാ ഹുയി, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ലാജ്വാബ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആവുക, അല്ലെങ്കിൽ സംസാരിക്കാനാവാത്ത വിധത്തിലാവുക. അപ്പോൾ ചിംട്ട എപ്പോഴും തീയിൽ, അതായത് തീ കത്തുന്നതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് മുഖത്തിന് തീ പിടിക്കുമെന്നുള്ളതല്ലാണ് പറയുന്നത്, ചൂടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയാണ് അതിന് മറുപടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മോസിൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. പക്ഷേ അവിടേലേക്ക് ഈ ബാത് നാ ഹുയി, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഹാമിദിനെ തുരന്ത് ജവാബ് ദിയ, അതിനപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഹാമിദ് മറുപടി കൊടുക്കണം. ആഗ് में बहादुर ही कूदते हैं जनाब, तुम्हारे ये वकील सिपाही और बिस्ती लौंडियों की तरह घर में घुस जाएंगे. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുകയാണ്. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹാമിദ് അവിടെ മിണ്ടാതിരുന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ആഗ് മേ ബഹാദുർ ഹി കൂത്തേ ഹേ ജനാബ്, തീയിൽ ചാടുന്നത് ആരാണ്, വീരന്മാരാണ്. തുമാരി ഈ വക്കീൽ സിപ്പാഹി ഓർ ബിസ്തി, നിങ്ങളുടെ ഈ വക്കീലും സിപ്പാഹിയും ബിസ്തിയും ഒക്കെ എന്ത് ചെയ്യും, ലൗണ്ടിയോക്കി തര, പെൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ വേലക്കാരികളെ പോലെ ഗർമേ ഗുസ്റ്റായെങ്കിൽ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുക ചെയ്യാം. ഗർമേ ഗുസ്റ്റായെങ്കിൽ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കും. പക്ഷേ വീരന്മാരെന്ത് ചെയ്യും, ആഗമേ കൂത്തത്തെ ഹേ, തീയിൽ ചാടും. അപ്പം അതിനുള്ള മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള വക്കീലായാലും സിപ്പാഹി ആയാലും ബിസ്തി ആയാലും ये ലൗണ്ടിയോं की तरह ലടിക്കിയോं की तरह घर में घुस जाएंगे, പേടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകും. आग में कूदना वह काम है जो रुस्तम हिंद ही कर सकता है. തീയിൽ ചാടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ജോ റുസ്തമേ ഹിന്ദ് ഹി, അതായത് നേതാക്കന്മാർ നായകന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ചിംട്ടയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ സിപ്പാഹിക്കും വക്കീലിനൊന്നും അത് സാധിക്കില്ല. അവരൊക്കെ പെണ്ണുങ്ങളെ പോലെ അകത്തേക്ക് പോയിരിക്കുക ചെയ്യുക. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗമേ കൂദന വ കാം ഹേ ജോ റുസ്തമേ ഹിന്ദ് ഹി കർ സക്താ ഹേ, വീരന്മാരായ ആളുകൾക്ക് നേതാക്കന്മാർക്ക് മാത്രമാണത് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. महमूदने एक जोर लगाया, वकील साहब कुर्सी मेज पर बैठेंगे, तुम्हारा चिमटा तो बावर्ची खाने में ज़मीन पर पड़ा रहेगा. महमूद ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, വക്കീൽ സാഹബ് കുർസി മേസ് പർ ബൈഠേങ്കെ. വക്കീൽ സാറ് സാധാരണ നിലത്തൊന്നും ഇരിക്കില്ല, മേശയും കസേരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുള്ളൂ. തുമാര ചിംട്ടാത്തോ ബാവർച്ചി ഖാനമേ, ബാവർച്ചി ഖാന എന്ന് പറഞ്ഞാൽ കിച്ചൺ, ബാവർച്ചി ഖാനമേ ജമീൻ പർ പടാ രഹേഗ. പക്ഷെ നിൻ്റെ ചിമട്ട എപ്പോഴും എവിടെ ഇരിക്കുക, അടുക്കളയിൽ നിലത്താണ് അതിൻ്റെ സ്ഥാനം. എന്നാൽ വക്കീലിരിക്കുക എവിടെയാന്ന് പറയുന്നത്, മേശയും കസേരയൊക്കെ ഇട്ടിട്ട് കസേരയുടെ മുകളിൽ കയറിയിരിക്കുക. തുമാര ചിംട്ട തോ രസോയി ഘർ മേ ജമീൻ പർ പടാ രഹേഗ ബാവർച്ചി ഖാനമേ, അതായത് അടുക്കളയിൽ വെറും നിലത്താണ് നിൻ്റെ ചിമട്ട ഇരിക്കുക.
ഇസ് തർക്കിനെ സമ്മി और നൂറെ को भी സജീവ് कर दिया. ഇങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ സമ്മിയും നൂറയും ഒന്നുകൂടി സജീവമായി ഒന്ന് ഉണർന്നു. കിതനെ ടിക്കാനി കി ബാത് കഹി ഹേ പട്ടേനെ. പറയാ എന്ത് സംസാരം. കിതനെ ടിക്കാനെ കി ബാത് കഹി ഹേ പട്ടേനെ യുവാവ്. അപ്പം ഇവരിപ്പോൾ എന്ത് നിലനിൽപ്പിൻ്റെ കാര്യമാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിംട്ട ബാവർച്ചി ഖാനെ മേ പടേ രഹനെ കെ സിവ അവർ ക്യാ കർ സക്താ ഹേ. ഈ ചിംട്ട എന്ന് പറയുന്നത് അടുക്കളയിലിരിക്കുക എന്നല്ലാതെ ഉസ്കെ സിവ അവർ ക്യാ കർ സക്താ ഹേ, അത് പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ സ്ഥാനം അടുക്കളയിലാണ്. അത് അടുക്കളയിലിരിക്കാതെ പിന്നെ വേറെ എന്താണ് ചെയ്യുക. हामिद को कोई फड़कता हुआ जवाब न सोचा तो उसने धांधली शुरू की. हामिद को कोई फड़कता हुआ जवाब न सोचा. സൂചന എന്ന് പറഞ്ഞാൽ തോന്നുക. ഫടക്താ ഹുവ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉത്തരവും തോന്നിയില്ല മനസ്സിൽ. ഉസ്നെ ധാന്ദലി ശുരുക്കി. അപ്പോൾ അവൻ അവൻ്റേതായിട്ടുള്ള വികൃതി അവിടെ പുറത്തെടുത്തു. മേരാ ചിംട്ട ബാവർച്ചി ഖാനെ മേ നഹി രഹേഗ. അപ്പോൾ അവൻ്റെ വാക്കുകളിൽ അത് പറയുന്നുണ്ട്. എന്താണ്? മേരാ ചിംട്ട ബാവർച്ചി ഖാനെ മേ നഹി രഹേഗ. എൻ്റെ ചിംട്ട അടുക്കളയിലല്ല ഇരിക്കുന്നത്. വക്കീൽ സാഹബ് കുർസി പർ ബൈഠേംഗെ തോ. അടുക്കളയിൽ പോയിരിക്കില്ല, പകരം എന്താ ചെയ്യുന്നത്? വക്കീൽ സാഹബ് കുർസി പർ ബൈഠേംഗെ തോ ജാക്കർ ഉन्हें ज़मीन पर पटक देगा और उनका कानून उनके पेट में डाल देगा. എന്താ പറയുന്നത്? വക്കീൽ സാഹബ് കുർസിയിലിരിക്കുള്ളോ കസേരയിലിരിക്കുള്ളോ, അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? ജമീൻ പർ പടക് ദേഗ, നിലത്തേക്ക് തട്ടിയിടും, അടിച്ചിടും. അവർ ഉൻക കാനൂൻ ഉൻകെ പേറ്റ് മേ ഡാൽ ദേഗ. വക്കീലിൻ്റെ നിയമമൊക്കെ എവിടെ ഇടും? ഉൻകെ പേറ്റ് മേ ഡാൽ ദേഗ, വക്കീലിൻ്റെ വയറ്റിലെടുത്തിടും. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അതാണ്. അതായത് ചിംട്ട എന്ന് പറയുന്നതിൻ്റെ സ്ഥലം ബാവർച്ചി ഖാനേമേ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി വേറെ ഒന്നും പറയാനായിട്ടുണ്ടായില്ല. അപ്പോൾ അവൻ അവൻ്റെ വികൃതി തരങ്ങളോടെ കാണിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, മേരാ ചിംട്ട ബാവർച്ചി ഖാനേമേ നഹി രഹേഗ, വക്കീൽ സാഹബ് കുർസി പർ ബൈഠേംഗെ തോ ജാക്കർ ഉन्हें ജമീൻ പർ പടക് ദേഗ. വക്കീൽ സാഹബ് കുർസിയുടെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് അടിച്ച് താഴ്ത്തിടും, എന്നിട്ട് നിയമപുസ്തകം എടുത്തിട്ട് വയറിനുള്ളിൽ ഇട്ട് കൊടുക്കും എന്ന് പറയണം. बात कुछ बनी नहीं, घासी घाली गलौच दी, कानून का पेट में डालने वाली बात छा गई. എന്താ ബാത്ത് കുച്ച് ബനി നഹി, സംസാരം അതുകൊണ്ടൊന്നും നിന്നില്ല. ഖാസി ഖാലി ഖലൗച്ച് ദി. ഖാസി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്, ഖാലി ഖലൗച്ച് എന്ന് പറഞ്ഞാൽ ശകാര വർഷം തന്നെയായിരുന്നു, ആകെ ചീത്ത വിളിക്കലായിരുന്നു. ഖാസി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്, ഖാലി ഖലൗച്ച് ദി. ഖാലി ഖലൗച്ച് വളരെ നല്ല രീതിയിൽ ഖാലി ഖലൗച്ച് അല്ലെങ്കിൽ ശകാരവർഷം തന്നെയായിരുന്നു, അത് ചീത്തവിളി തന്നെയായിരുന്നു. കാനൂൻ കോ പേട്ട് മേ ഡാൽനെ വാലി ബാത് ഛാ ഗയി. അവിടെ നിയമപുസ്തകത്തെ വയറിനുള്ളിടുന്ന കാര്യമാണ് അവിടെ വ്യാപിച്ചത്. അവരുടെ സംസാര വിഷയം അതാണ്. ആ സംസാരം അതുകൊണ്ട് നിന്നില്ല, ആകെ ചീത്തവിളിയായി വളരെ നല്ല രീതിയിൽ അവർ വഴക്ക് കൂടാൻ തുടങ്ങി. ഐസി ഛാ ഗയി കി തീനോ സുർമ മുഹ് താക്തെ രഹ ഗയി മാനോ കോയി ദിൽച്ച കൻകവ്വ കിസി ഗണ്ടേ വാലെ കൻകവ്വേ കോ കാട്ട് ഗയാ ഹോ. ഇനി എന്താ പറയുന്നത്? ഐസി ചാഗീത്തി. അപ്പോൾ ഇവിടെ ആകെ നേളിച്ച അല്ലെങ്കിൽ വ്യാപിച്ച കാര്യം ഇങ്ങനെയാണ്. തീനും സുർമ മുഹത്താക് രഹേ, 3 പേരും, അതായത് ഇവിടെ മോസിനും നൂറയും അതുപോലെ തന്നെ സമ്മി അല്ലേ, ഇവർ 3 പേരും സുർമ മുഹത്താക് രഹേ, അവർ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു. മാനോക്കോയി ദേൽച്ച കൻകവ്വ. ദേൽച്ച എന്ന് പറഞ്ഞാൽ 1/2 അണ പൈസയ്ക്ക് കിട്ടുന്ന നമ്മുടെ കൻകവ്വ എന്ന് പറഞ്ഞാൽ കടലാസ് പട്ടങ്ങൾ. ആ കടലാസ് പട്ടം കിസി ഗണ്ടേ വാലെ കൻകവ്വേക്കോ, അത് കൂട്ടായിട്ട് വരുന്ന ഈ കടലാസ് പട്ടത്തെ മുറിച്ചിടുന്നത് പോലെയാണ് അവർ പരസ്പരം അവരുടെ ഉള്ളിൽ എന്താ പറയുക, ഒരു തരം ഈ നിയമപുസ്തകം വയറിനുള്ളിൽ ഇടുക എന്ന് പറഞ്ഞപ്പോൾ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ നൂറയുടെയാണ് നമ്മുടെ വക്കീൽ. അപ്പോൾ നൂറയുടെ വക്കീലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. അപ്പം പരസ്പരം മഹ്മൂദും അതുപോലെ തന്നെ നമ്മുടെ സമ്മി അതുപോലെ മോസിൻ അവർ കഥാപാത്രങ്ങൾ.
മാനോ കൊയ് ദേൽച്ച കനക്കവ്വ എന്ന് പറഞ്ഞാൽ കടലാസ് പട്ടം. അതായത് അരണയ്ക്ക് കിട്ടുന്ന അരണയുടെ ചെമ്പ് നാണയമാണ് ദേൽച്ച എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന നമ്മുടെ കടലാസ് പട്ടം, അത് കൂട്ടമായിട്ട് വന്ന ആ കടലാസ് പട്ടത്തെ മുറിച്ചിടുന്ന പോലെയായിട്ടാണ് തോന്നിയത്. കാനൂൻ മൂസെ ബാഹർ നിക്കൽനെ വാലി ചീസ് ഹേ. ഇനി നിയമം എന്ന് പറയുന്നത് മുഹ്സെ നമ്മുടെ വായിൽ നിന്ന്, ബാഹർ നിക്കൽനെ വാലി ചീസ് ഹേ പുറത്തേക്ക് വരുന്ന വസ്തുവാണ് നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളിൽ കിടക്കേണ്ട സാധനമല്ല, വയറിനുള്ളിൽ കിടക്കേണ്ട സാധനമല്ല നിയമം എന്ന് പറയുന്നത്. അത് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സാധനമാണ്. उसको पेट के अंदर डाल दिया जावे, बेतुकी सी बात होने पर भी कुछ नयापन रखती है. അപ്പോൾ ഉസ്കോ പേട്ട് കെ അന്തർ ഡാൽ ദിയാ ജായേ. അപ്പോൾ ഈ ഖാനൂൻ എന്ന് പറയുന്ന നിയമത്തെ വയറിനുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബേതുകി സി ബാത്ത് ഹോനെ പർ ബി, അതായത് വിരൂപമായിട്ടുള്ള വികൃതമായ കാര്യങ്ങൾ നടന്നാൽ കൂടി കുച്ച് നയാപ്പൻ രക്തിഹി, അതിൽ പുതിയൊരു പുതുമ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം കാനൂൻ എന്ന് പറയുന്നത് കഹാംസെ ആനാ വാലാ ഹേ, മുസ്സെ ബാഹർ നിക്കൽനെ വാലാ ഹേ. മുസ്സെ ബാഹർ നിക്കൽനെ വാലി ചീസ് ഹേ കാനൂൻ. ये लेकिन ये पेट के अंदर डाल दिया जाते तो उसमें कुछ नयापन रखती है. हामिद ने मैदान मार लिया. हामिद എല്ലാവരെയും അവിടെ കീഴടക്കാണ് ചെയ്തത്. ഉസ്കി ചിംട്ട രുസ്തമേ ഹിന്ദ് ഹേ. അവൻ്റെ ചിംട്ട എന്ന് പറയുന്നത് നേതാവാണ്. अब इसमें मोहसिन महमूद नूറെ സമി കിസി കോ ഭി ആപത്ത് നഹീ ഹോ സക്തി. പക്ഷേ ഇതിൽ മോഹസിനായാലും മഹമ്മൂദായാലും നൂറയായാലും സമ്മി ആയാലും ആർക്കും അവിടെ ആപത്തൊന്നും ഉണ്ടാക്കുന്നില്ല. നേതാവാണെങ്കിലും മറ്റുള്ളവർക്ക് അതിനെക്കൊണ്ട് ആപത്തൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതിരിക്കുന്ന സ്ഥലം, ചിംട്ട വെക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എവിടെയാണ്? ബാവർച്ചി ഖാനെ में. लेकिन यहाँ वकील साहब कुर्सी मेज़ पर बैठेंगे. उस समय उसके बीच में वाद विवाद हो गया. उस समय हामिद कहता है वकील साहब कुर्सी पर बैठेंगे तो ये चिमटा जाकर उन्हें ज़मीन पर पटक देगा और उनका कानून उनके पेट में डाल देगा. അപ്പോൾ ഈ ചിമട്ട കൊണ്ട് അടിച്ച് തട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വയറിനുള്ളിലേക്ക് നിയമഗ്രന്ഥം ഒരു കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് വഴക്കുകൾ, അതുകൊണ്ടൊന്നും സംസാരം നിന്നില്ല. അവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടായി. അതായത് ഇവിടെ പറയുന്നുണ്ട് കാനൂൻ എന്ന് പറയുന്നത് മൂസെ ബാഹർ നിക്കൽനെ വാലി ചീസ് ഹേ. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. വീണ്ടും പറയുന്നുണ്ട് ഉസ്മേ മോഹസിൻ മഹമ്മൂദ് നൂറെ സമി കിസി കോ ഭി ആപത്തി നഹീ ഹോ സക്തി. അപ്പോൾ അതുകൊണ്ട് യഹ് ചിംട്ട രുസ്തമേ ഹിന്ദ് ഹേ, ലേക്കിൻ ഉസ്മേ മോഹസിൻ അതുപോലെ തന്നെ മഹമ്മൂദ് ആയാലും നൂറ ആയാലും ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ആപത്തോ അപകടമൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. വിജേതാക്കോ ഹാർനെ വാലോം സെ ജോ സത്കാർ മിൽന സ്വാഭാവിക് ഹേ വഹ് ഹാമിദ് കോ ഭി മില. ഇപ്പോൾ ജയിക്കുന്ന ആൾക്ക് വിജേതാക്കോ ഹാർനെ വാലോം സെ, പരാജയപ്പെടുന്ന ആളുകൾ ജയിക്കുന്ന ആളുകളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതായത് ജയം പരാജയം ഉണ്ടാവും. ജയിക്കുന്ന ആളെ എന്ത് ചെയ്യുന്ന പറയുന്നത്, തോൽക്കുന്ന ആളുകൾ സൽക്കരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഹാമിദ് കോ ഭി മില, അത് ഹാമിദിനോട് കിട്ടി. ഔരോനെ 3 2 4 ആനെ പൈസെ ഖർച്ച് കിയേ. അപ്പം മറ്റുള്ളവരെന്ത് ചെയ്തു? 3 പൈസ 4 പൈസ 4 ആണേ പൈസ 4 അണ 3 അണ പൈസ ഇതൊക്കെ അവർ ഖർച്ച് കിയെ ചെലവഴിച്ചു. പർ കോയി കാം കി ചീസ് ന ലേ സക്കെ. പക്ഷേ ആവശ്യത്തിനുള്ള സാധനമൊന്നും അവർക്ക് കിട്ടാനും സാധിച്ചില്ല. അപ്പോൾ അവർ പൈസ കുറച്ച് ഉപയോഗിച്ചു ചെലവഴിച്ചു എങ്കിലും അവർക്ക് വീട്ടിനാവശ്യമായിട്ടുള്ളൊരു സാധനം അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഹാമിദിൻ്റെ 3 പൈസമേ രംഗ് ജമാലിയ. എന്നാൽ ഹാമിദാണെങ്കിലോ ഈ 3 പൈസ കൊണ്ട് അവൻ്റെ മോഹങ്ങൾക്ക് അവിടെ നിറം കൊടുത്തു. മറ്റുള്ളവർ തിന്നിട്ടും കളിപ്പാട്ടങ്ങളും വാങ്ങിച്ച് കാശ് ചിലവാക്കി. പക്ഷേ ഇവിടെ ഹാമിദ് അവൻ്റെ പൈസ ശരിയായ ആവശ്യത്തിനവിടെ ഉപയോഗിച്ചു. സച്ച് ഹി തോ ഹേ ഖിലൗനോം കാ ക്യാ ഭരോസ.
സത്യം പറയുകയാണെങ്കിൽ ഈ ടോയ്സിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? നമുക്ക് ഉറപ്പില്ല ഈ ടോയ്സ് അല്ല കളിപ്പാട്ടങ്ങളെന്ന് തന്നെ എത്ര നാൾ അല്ലെങ്കിൽ എത്ര നേരത്തേക്ക് അതുണ്ടാവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഭരോസ എന്ന് വിശ്വാസം. എന്ത് വിശ്വാസമാണ് അതിൽ വേണ്ടത്? ടൂട്ട് ഫുഡ് ചായെങ്കിൽ അത് പൊട്ടിത്തകരും. അപ്പം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മിട്ടി ബനാ ഹുവാ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ അത് പൊടിയായിട്ട് പോകും. ഹാമിദ് കാ ചിംട്ട ബനാ രഹേഗ ബർസോം. അപ്പോൾ ഖിലൗനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ടൂട്ട് ഫുഡ് ചായെങ്കിൽ. ലേക്കിൻ ഹാമിദ് കാ ചിംട്ട ബരസോം ബനാ രഹേഗ. പക്ഷേ ഹാമിദിൻ്റെ ചിംട്ട ബർസം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം, ബർസം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം അതങ്ങനെ കേടുവരാതിരിക്കുന്ന പറയുന്നത്. അതിനൊന്നും സംഭവിക്കില്ല. കാരണം ലോഹേസെ ബനാ ഹുവാ ഹേ, ലോഹം കൊണ്ടുണ്ടാക്കിയത്, താഴെ വീണ പൊട്ടില്ല. സന്ധിക്ക് ഷർത്ത് തൈ ഹോനയിലേക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ, സന്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷൻ, ഷർത്ത് എന്ന കണ്ടീഷൻ തൈ ഹോന തീരുമാനിക്കുകയാണ്, നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഒരു തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ നടന്നു. ഓരോരുത്തരുടെ ഭാഗങ്ങൾ ഇതായി. അങ്ങനെ അവസാനം നമ്മുടെ ഹാമിദ് തന്നെയാണ് അവിടെ ജയിക്കുന്നത്. മറ്റൊരു പരാജയപ്പെട്ടു. അങ്ങനെ അവർക്കെതിരായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഉപയോഗപ്രദമായുള്ള സാധനം വാങ്ങിക്കാൻ സാധിച്ചില്ല. അവർ വാങ്ങിച്ചതാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്നതാണ്. അങ്ങനെ സന്ധിക്ക് ഷർത്ത് തൈഹോനെ, അങ്ങനെ സന്ധി ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അവർ തീരുമാനിക്കുകയാണ്. മോസിനെ കഹാ ജരാ അപ്ന ചിംട്ട ദോ ഹം ബി ദേഖേ തും ഹമാരെ ബിസ്തി ലേക്കർ ദേക്കോ. അപ്പം മോസിൻ പറയാണ്, ജരാ അപ്ന ചിംട്ട ദോ, നിൻ്റെ കയ്യിലുള്ള ചിംട്ട ഞങ്ങൾക്ക് തായോ, ഹംബി ദേക്കേ, ഞങ്ങളൊന്ന് നോക്കട്ടെ, തും ഹമാരെ ബിസ്തി ലേക്കർ ദേക്കോ, നീ ഞങ്ങളുടെ ബിസ്തി വാങ്ങിച്ച് നോക്കിക്കോളാൻ പറയണം. പരസ്പരം ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. അവിടെ സന്ധി ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആദ്യം മോസിൻ പറയുന്നുണ്ട്, നീ നിൻ്റെ ചിംട്ട ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളുടെ കയ്യിലുള്ള ബിസ്തി നിനക്ക് തരാം, നീ നോക്കിക്കോളാൻ പറയണം. മഹമ്മൂദ് ഓർ നൂറിനെ ബി അപ്പനെ അപ്പനെ ഖിലൗനെ പേശ് കിയെ. അതുപോലെ തന്നെ മഹമ്മൂദ് സിപ്പാഹിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, നൂറേനെയും വക്കീലിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അവരവരുടെ ടോയ്സൊക്കെ പരസ്പരം അവിടെ പ്രസൻറ്റ് ചെയ്യണം. പേശ് കിയെ, അവിടെ അവതരിപ്പിക്കണം, പ്രസൻറ്റ് ചെയ്തു. ഹാമിദ് കോയിൻ ഷർത്തോക്കോ മാന്യമേ കോയി ആപത്തി നദി. അപ്പോൾ ഹാമിദിനെ ഈ കണ്ടീഷൻ, ഷർത്ത് കണ്ടീഷൻ, ഈ കണ്ടീഷൻ അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കോയി ആപത്തി നദി. ചിംട്ട ബാരി ബാരി സെ സബ്കെ ഹാത്ത് ആയ. അങ്ങനെ ഊഴമനുസരിച്ച്, ബാരി ബാരി സെ ഊഴമനുസരിച്ച് ഈ ചിംട്ട സബ്കെ ഹാത്ത് ആയ, എല്ലാവരുടെ കയ്യിലും വന്നു. മോസിൻ്റെയും മഹമ്മൂദിൻ്റെയും നൂറയുടെയും സമ്മിയുടെയും എല്ലാവരുടെയും കയ്യിൽ ചിംട്ട വന്നു. കിത്തനെ ഖൂബ്സൂരത് ഖിലൗനഹെ, എത്രയോ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കളിപ്പാട്ടമാണ്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ചിംട്ട എന്ന് പറയുന്നത് ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ് ഇവരെ തള്ളിക്കളഞ്ഞ സാധനം ഇവരുടെ കയ്യിൽ വന്നപ്പോൾ അവർക്ക് തോന്നാണ്, യേ കിത്തന ഖൂബ്സൂരത് ഖിലൗനഹെ, ഇതെത്രയോ മനോഹരമായിട്ടുള്ള ഒരു ടോയാണ്. ഹാമിദിനെ ഹാർനെ വാലേക്ക് ആൻസു പോഞ്ചെ. ഹാമിദ് അവിടെ പരാജയപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പാണ്. ആൻസു പോഞ്ചെ, കണ്ണുനീരൊപ്പി. മേ തുമേ ചിടാ രഹാത്ത സച്ച്. സത്യം പറയണമെങ്കിൽ ഞാൻ നിങ്ങളതിനൊക്കെ ചുണ്ടി പിടിപ്പിക്കുകയാണ് ചെയ്തത്, ദേഷ്യം പിടിപ്പിച്ചു. ये लोहे का चिमटा भला इन खिलौनों की क्या बराबरी करेगा, मालूम होता है अब बोले. ഈ ലോഹത്തിൻ്റെ ചിംട്ട ഈ ഖിലൗനോക്ക് ക്യാ ബരാബരി കരേക, ഈ കളിപ്പാട്ടങ്ങളുമായിട്ട് എങ്ങനെയാണ് അതിനെ ഒരുപോലെ കണക്കാക്കാനായിട്ട്, തുല്യത എങ്ങനെയാണ് കിട്ടുക? മാലും ഹോത്താഹേ, നിങ്ങൾക്കറിയോ? അബ്ബോലെ നിങ്ങൾ പറയേ, ഇത് രണ്ടും ഒരേ ഒരു സമാനത അതിനെ കൊടുക്കാനായിട്ട് പറ്റുമോ? ലോഹത്തിൻ്റെ ചിംട്ടയും അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിച്ച മിട്ടി ബനാ ഹുവാ ഖിലൗന, ഇതിനെ എപ്പോഴും ഒരുപോലെ ആയിരിക്കാനായിട്ട് സാധിക്കില്ല, തുല്യത കൊടുക്കാനായിട്ട് അവിടെ പറ്റില്ല. എങ്ങനെയാണ് അതിന് തുല്യത കൊടുക്കുക? ലേക്കിൻ മോസൻ കി പാർട്ടിക്കോ ഇസ് ദിലാസേ സേ സന്തോഷ് നഹി ഹോത്ത. പക്ഷേ മോസിൻ്റെ പാർട്ടിക്ക് ഇസ് ദിലാസേ എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തലിൽ സന്തോഷ് നഹി ഹോത്ത, സന്തോഷം തോന്നിയില്ല. നമ്മൾ നേരത്തെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മി അടക്കം അതിലായിരുന്നു, ഹാമിദ് ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് അവിടെ തർക്കങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ എതിർ പാർട്ടിയിലേക്ക് നമ്മുടെ സമ്മി ചേരുന്നുണ്ട്, ഹാമിദിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ മോസിൻ്റെ പാർട്ടിക്ക് ഇസ് ദിലാസേ സന്തോഷ് നഹി ഹോത്ത, ഈ വെളിപ്പെടുത്തലിൽ അത്ര വലിയ സന്തോഷം തോന്നിയില്ല.
चिमटे का सिक्का घूम बैठ गया है എന്ന് ഇവിടെ പറയുന്നുണ്ട്. ചിംട്ട ക സിക്ക, സിക്ക എന്ന് പറഞ്ഞ നാണയം, അതായത് ഈ ചിംട്ടയുടെ പൈസ എന്ന് പറയുന്നത് ഖൂബ് ബൈറ്റ് ഗയാ ഹെ, പൈസ ഒരുപാട് വരുന്നുണ്ട്. ചിപ്കാ ഹുവ ടിക്കറ്റ് ആ പാനി സെ നഹീ ചൂട്ട് രഹാ ഹെ, പൊട്ടിച്ച് വെച്ചിട്ടുള്ള ആ ടിക്കറ്റ് അത് ആ പാനി സെ നഹീ ചൂട്ട് രഹാ ഹെ, അതായത് വെള്ളമായി കഴിഞ്ഞാലൊന്നും അത് വിട്ടുപോവില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇവരെ വെളിപ്പെടുത്തൽ, അതായത് ഇവിടെ ഓരോന്നിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്കത് സന്തോഷമൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിപ്കാ ഹുവ ടിക്കറ്റ് ആ പാനി സെ നഹീ ചൂട്ട് രഹാ ഹെ, അത് ഒട്ടിച്ച് വെച്ച ടിക്കറ്റ് വെള്ളത്തിൽ നിന്ന് ഒരിക്കലും അത് വിട്ടു പോവില്ല എന്ന് പറയുന്നത്, അതിൽ അങ്ങനെ തന്നെ ഒട്ടി പിടിച്ചിരിക്കുന്ന പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചിംട്ടയ്ക്ക് പൈസ ആയിട്ടുണ്ട്, നമ്മൾ 3 പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ ഹാമിദ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. മോസിൻ ലേക്കിൻ ഇൻ ഖിലൗനോ കെ ലിയെ കോയി ഹമേ ദുവാ തോ ന ദേഗാ. അപ്പോൾ മോസിൻ പറയണേ, നമ്മൾ വാങ്ങിച്ച ഈ ടോയ്സ് ഇതിനെ ആരും കൊണ്ടു തിന്നു കഴിഞ്ഞാൽ കോയി ഹമേ ദുവാ തോ ന ദേഗാ, ആരും തന്നെ നമ്മളതിനെ ബ്ലസ് ചെയ്യില്ല എന്ന് പറയണം. എന്നാൽ ചിംട്ടയാണെങ്കിൽ ബ്ലസ് ചെയ്യും, കാരണം അത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം മഹമ്മൂദ് പറയണേ, ദുവാ കോലിയെ ഫിർത്തേ ഹോ. ഇപ്പം ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ലേ നമ്മളിങ്ങനെ അലഞ്ഞത്, ഉൾട്ടയും മറന്നപ്പടെ. ഇപ്പം നേരെ തിരിച്ച് അതിന് ഓപ്പോസിറ്റായിട്ട് എന്താ ഉണ്ടാവുക, നമുക്ക് അടിയാണ് കിട്ടുക. അമ്മ ജറൂർ കഹേങ്കി കി മേളെ മേ മിട്ടിക്ക് ഗിലോനെഹിന് തുമേ മിലേ. അമ്മ തീർച്ചയായിട്ടും പറയും, ഈ ഉത്സവത്തിന് പോയിട്ട് നിനക്ക് മണ്ണിൻ്റെ കളിപ്പാട്ടം മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് അമ്മ എന്തായാലും ചോദിക്കും. അപ്പോൾ ബ്ലെസ്സിങ്സിന് പകരം അവിടെ ചീത്തവിളിയാണ് കിട്ടാനായിട്ട് സാധ്യത, അടിയും ചീത്തവിളിയാണ് കിട്ടാനായിട്ട് സാധ്യത. അമ്മ പറയും, ഈ മേളമേ ജാക്കർ മിട്ടിക്ക് ഗിലോ നെഹി തുമേ മിലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടം മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് പറയും. हामिद को स्वीकार करना पड़ा कि खिलौनों को देखकर किसी की माम इतनी गुस्स न होगी जितनी दादी चिमटे को देखकर गुस्स होगी. അതായത് ദാദി ചിമട്ട കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് പോലെ വേറെ ആരും തന്നെ ഈ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ സന്തോഷിക്കില്ല എന്ന് ഹാമിദ് അവിടെ ചിന്തിക്കുകയാണ്. 3 पैसों की मेम तो उसे सब कुछ करना था और उन पैसों के उपयोग पर पछतावे की बिल्कुल ज़रूरत न थी. ആ 3 പൈസ കൊണ്ട് തന്നെ അവനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പൈസയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, എന്താവശ്യത്തിനാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത്? കാരണം പൈസയൊക്കെ എടുത്ത് അവർ ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നെ അതിന് വേണ്ടിയിട്ട് പശ്ചാത്താപ്. फिर अब तो चिमटा रुस्त में हिंद है और सभी खिलौनों का बादशाह. പക്ഷേ ഈ ചിമട്ട എന്ന് പറയുന്നത് നേതാവാണ്, സബി ഖിലൗനോ കാ ബാദ്ഷാ. ബാദ്ഷാ എന്ന് പറഞ്ഞാൽ എംപറർ, ചക്രവർത്തി. അപ്പോൾ എല്ലാ ടോയ്സിൻ്റെയും ചക്രവർത്തിയാണ് ചിമട്ട എന്നാണ് ഹാമിദ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ ചിമട്ടയെക്കുറിച്ച് പറഞ്ഞു വന്നു. അവർ ഒരുമിച്ച് തർക്കത്തിനൊക്കെ സന്ധി ഉണ്ടായി, ഒരു കണ്ടീഷൻ വെച്ചു. അവർ പരസ്പരം വാങ്ങിച്ച ടോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓരോരുത്തരുടെ കൈകളിലേക്ക് അത് വരുന്നു, അവർ കാണുന്നു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാനായിട്ട് അവിടെ പറ്റുന്നില്ല, കാരണം ചിമട്ടയും അതുപോലെ തന്നെ മറ്റ് ടോയ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിമട്ടയുടെ കാര്യം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സ് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ ഖിലൗന കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും തന്നെ ബ്ലസ് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കിട്ടിയുള്ളതെന്ന് ചോദിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇപ്പം മുത്തശ്ശി ഇത് കണ്ടു കഴിഞ്ഞാൽ, ദാദി ഇത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് പോലെ മറ്റുള്ളവരെ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സന്തോഷിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നീട് പൈസ ഉപയോഗിച്ചതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.